അഞ്ചാതെ എന്ന് പറഞ്ഞിട്ട് മിഷ്കിൻ സാറിൻ്റെ ഒരു സിനിമയുണ്ട്. അപ്പോൾ ആ സിനിമയകത്ത് കുറേ കാലത്തിന് ശേഷം നരയൻ പോലീസ് ഓഫീസറാണ്. വീട്ടുകാരുടെ കൂടെ ഭക്ഷണം കഴിക്കാന്ന് വെച്ചിട്ട് അപ്പോൾ അവർ ഈ ചിക്കനും മീനും ഒക്കെ നിരത്തി വെച്ചിട്ട് കഴിക്കാൻ വേണ്ടി ഇരിക്കുക. അപ്പോൾ ഉണ്ണാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ഉരുട്ടുമ്പോഴേക്കും കോൾ വരികയാണ്, ഒരു സീരീസ് ഓഫ് മർഡേഴ്സ് നടക്കുന്നു, നിങ്ങൾ ഇപ്പോൾ തന്നെ വരണമെന്നുണ്ട്. അപ്പോൾ ചോറ് അവിടെ ഇട്ടുമ്പോഴേക്കും അച്ഛൻ യൂണിഫോമായിട്ട് വരികയാണ്. അങ്ങനെ സന്തോഷിക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു ദിവസത്തിൽ നിന്ന് പെട്ടെന്ന് ജോലിക്ക് കയറി വേണ്ട സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ല, ഞങ്ങളുടെ ട്രെയിനിങ്ങിൻ്റെ ഇടയ്ക്ക് ലാസ്റ്റ് തന്നെ പറഞ്ഞായിരുന്നു, അക്കാഡമി വെച്ചിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു ഒരു ഓണത്തിന് 3 ദിവസം ബ്രേക്ക് ചെയ്യാണ് ട്രെയിനിങ്. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തെ ഓണം കൂടുതൽ ഇതായിരിക്കാം. കറക്റ്റാണ്. ഓണത്തിന് എത്ര പേർക്ക് അവധി കൊടുക്കാൻ പറ്റും? പിന്നീട് അങ്ങോട്ട് നമുക്കൊന്നും അവധി കിട്ടാറില്ല ഓണത്തിനൊന്നും. അല്ലെ ഒരു നല്ല ദിവസങ്ങളിലും അവധി കിട്ടാനുള്ള ഒരു സാധ്യതയില്ല. കാരണം പിന്നീട് നമ്മൾ പോലീസായി കഴിഞ്ഞാൽ പലവരുടെ നമ്മൾ റെസ്ട്രിക്റ്റഡ് ആകാൻ തുടങ്ങും. പണ്ട് ഒരു ഉത്സവപ്പറമ്പിലൊക്കെ പോയി ഗാനമേളയ്ക്കൊക്കെ തുള്ളിക്കൊണ്ട് നടന്ന എനിക്കൊക്കെ പോലീസായതിനു ശേഷം ആ സ്പേസ് അങ്ങോട്ട് അടുക്കാൻ പറ്റില്ല. കാരണം അവിടെ എന്ത് പ്രശ്നം നടന്നാലും നമ്മളതിൻ്റെ അകത്ത് പെട്ടുപോയാൽ നമ്മളാവും പ്രതി എന്ന് പറയുന്നൊരു രീതിയുണ്ട്. അപ്പം നമ്മൾ തന്നെ റെസ്റ്റ്, നമ്മുടെ എല്ലാ ഹാപ്പിനെസ്സിൽ നിന്ന് നമ്മൾ പോലീസിലായി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫ്രീഡം ഇല്ല. അങ്ങനൊരു പ്രശ്നമുണ്ട് പോലീസിന്. ലോഹിത് ദാസിൻ്റെ റൈറ്റിംഗ് വലിയ ഇൻഫ്ലുവൻസ് ആണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ലോഹിത് ദാസിൻ്റെ റൈറ്റിങ്ങിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് വേദന തിന്നുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ടല്ലോ. അവരായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നോ ഈ സിനിമയിലൊക്കെ വരുന്നതിനൊക്കെ മുമ്പ് തന്നെ? ഞാൻ പറഞ്ഞല്ലോ, സാറ് ഹ്യൂമൻ ഇമോഷൻസ് വെച്ചിട്ടാണ് സിനിമ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആണ് ഞാൻ പറഞ്ഞത്, എനിക്ക് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിൽ എല്ലാം അറിയാമല്ലോ. എല്ലാ മനുഷ്യരെ എടുത്താൽ ഇപ്പോൾ തനിയാവർത്തനം തൊട്ട് നമ്മളിങ്ങോട്ട് എടുത്ത ഒരുമാതിരിപ്പെട്ട എല്ലാ സിനിമകളിലും ഭയങ്കര കഥാപാത്രങ്ങൾ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. ഞാനും അതിൻ്റെ ഒരു റെഫറൻസാണ്. കഥാപാത്രങ്ങൾ സ്ട്രോങ് ആവണമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അത് എല്ലാ സിനിമയിലെയും കഥാപാത്രങ്ങൾക്കൊരു കാരണം ഉണ്ടാവണം, അവരുമായിട്ട് പ്രേക്ഷകർക്ക് ഈസിലി കണക്ട് ചെയ്യാൻ പറ്റണം, എന്നാലേ ആ സിനിമ കഥ മുന്നോട്ട് പോകത്തുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാനും. വേദനകൾ എന്ന് പറയുമ്പോഴേ ഇപ്പോൾ ഈ അരയന്നങ്ങളുടെ വീട്ടിലൊക്കെ അതിൻ്റെ ഒരു എക്സ്ട്രീമിലേക്കൊക്കെ എത്തിയെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ കുറ്റങ്ങൾ ഒരാളിലേക്ക് അയാൾ ഒന്നും ചെയ്യാതെ ഇങ്ങനെ അടിച്ചേൽപ്പിച്ച് അങ്ങനത്തെ കഥാപാത്രങ്ങളായിരുന്നു കുറച്ചുകൂടി ഇഷ്ടം. ഇപ്പോൾ ദശരഥത്തിലൊക്കെ ആ സിറ്റുവേഷൻ കൊണ്ട് അദ്ദേഹത്തിന് പല നഷ്ടങ്ങൾ ഉണ്ടാവണം, എല്ലാത്തിനും കേപ്പബിളായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അപ്പുറത്ത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇത് ഏതാ കൂടുതലായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റണമായിരുന്നു? എനിക്ക് പറഞ്ഞല്ലോ, എനിക്ക് ഇപ്പം അരയന്നങ്ങളുടെ വീടോ ഒരു ഫാമിലി അങ്ങനത്തെ പുറം ഡ്രാമകളുണ്ട്. എനിക്കിപ്പോൾ തനിയാവർത്തനം, ആ കഥാപാത്രം ഇഷ്ടമാണ്. സദയം, അങ്ങനെയുള്ള കുറേ കൂടെ സൈക്കോളജിക്കൽ കഥാപാത്രങ്ങളുണ്ടല്ലോ, സൈക്കിക്കലി വർക്ക് ചെയ്യേണ്ടി വരുന്നത്, അങ്ങനെയുള്ള കഥാപാത്രങ്ങളാണ് പുള്ളിയുടെ കൂടുതൽ ഇഷ്ടം. മറ്റ് എക്സ്റ്റേണൽ പ്രശ്നങ്ങളെക്കാളും ഉള്ളിൻ്റെ ഉള്ള പ്രശ്നങ്ങളും, എക്സ്റ്റേണൽ ഇല്ലാതെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ കുറേ കൂടെ കോർ ഉള്ളിലുള്ള പ്രശ്നങ്ങളുള്ള മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്ന കഥാപാത്രങ്ങളെയാണ് ഇഷ്ടം. ഇപ്പോൾ സദയം കാണുന്ന സമയത്ത് നമുക്ക് ലാലേട്ടൻ അവതരിപ്പിച്ച ക്യാരക്ടറിന് നല്ലൊരു അമ്മയെ കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ക്രൈമേ നടക്കില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് സദയം കണ്ട് അവസാനിപ്പിക്കുമ്പോൾ. ഷാഹി കബീർ ആ പടം കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും ആ ക്യാരക്ടറിന് എന്തെങ്കിലും ഒരു നല്ലത് സംഭവിച്ചിരുന്നെങ്കിൽ അങ്ങനെ വിചാരിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു? ഇല്ല, ഞാൻ അങ്ങനെ വിചാരിക്കത്തറില്ല. ഞാൻ ആ കഥാപാത്രത്തെ കാണുമെന്നുള്ളേ ഉള്ളല്ലോ, അത് അതിനപ്പുറം അയാൾ ആ ചിന്തയിലൊന്നും ഞാൻ പറ്റില്ല. ഞാനത് കണ്ടു, എൻജോയ് കിട്ടും, ഫീല് കിട്ടുന്നു. നമുക്കിപ്പം തിരുത്തലല്ലല്ലോ നമ്മുടെ പണി. അപ്പം ആ കഥാപാത്രം അങ്ങനെയാണ്. നമ്മളുടെ സമൂഹത്തിൽ നമ്മൾ നോക്കിയാൽ മതി എങ്ങനെയാണ് ഓരോ മനുഷ്യൻ മാറുന്നതെന്ന്. എല്ലാവരും പറയാറുണ്ട്, രണ്ട് പൊളിറ്റിക്സിലാണല്ലോ, മനുഷ്യൻ നന്നായ സമൂഹം നന്നാവും എന്ന് പറയുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഓപ്പോസിറ്റാണ്, സമൂഹം നന്നായാലേ മനുഷ്യൻ നന്നാവുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇത് രണ്ട് പൊളിറ്റിക്സാണ്. അപ്പോൾ സമൂഹം നന്നാത്തോടത്തോളം കാലം മോശം മനുഷ്യരുണ്ടായിക്കൊണ്ടിരിക്കും. ഈ മോശം മനുഷ്യരുടെ ഭാഗത്തു നിന്നും കൂടി ചിന്തിക്കുന്ന എഴുത്ത് ഈ MT സാറിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. മോശം മനുഷ്യരെന്ന് പറയുമ്പോഴും നമ്മൾ ഈ പറയുന്ന കാര്യമാണ്. മോശം എന്ന് പറയുമ്പോഴും എഴുത്തിലെപ്പോഴും സമൂഹം അല്ലെ ആ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചൊരു മനുഷ്യനായിട്ടാണ് വരുന്നത്. അതിനെയാണല്ലോ, അതൊരു മോശമെന്നല്ല പറയുന്നത്, പക്ഷേ സമൂഹത്തെ കുറ്റപ്പെടുത്തുന്നതാണ് ആക്ച്വലി ഇത്. കാരണം അയാൾ ഇങ്ങനെ ആയത് ഇന്ന കാരണം കൊണ്ടാണ്, ചുറ്റുമുള്ള സൊസൈറ്റി മനുഷ്യരുമാണ് അയാളെ അങ്ങനെ ഡീൽ ചെയ്യുന്നത്. ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലെ കുറച്ചുകൂടി കൊമേഴ്ഷ്യലൈസ് ചെയ്തിട്ട്, അതായത് ഒരു ഇൻട്രോ, പിന്നെ ഒരു ക്ലൈമാക്സ്, ഏറ്റവും അവസാനം പ്രതികാരം ചെയ്തിട്ട് ഇങ്ങനെ ലോങ് ഷോട്ടിൽ നെഞ്ഞു മിരിച്ച് നിൽക്കുന്ന നായകൻ, അങ്ങനത്തെ ഷോട്ടുകളൊക്കെ ഉണ്ടല്ലോ. അത് തിയേറ്ററിന് വേണ്ടി എഴുതുമ്പോൾ അങ്ങനത്തെ ചില എലമെൻറ്റുകൾ വേണം, അത് വരുന്നതാണോ അതോ ബോധപൂർവ്വം അങ്ങനെ സ്ക്രിപ്റ്റിൽ എഴുതി ചേർക്കുന്നതാണോ? തിയേറ്റർ എന്നുള്ള ചിന്തയായിരുന്നു. ഞാൻ ഭയങ്കര പേസുള്ള പടമായിരിക്കണം. ഇപ്പോൾ എൻ്റെ ബാക്കി പടങ്ങൾക്ക് അറിയാമല്ലോ, പേസ് ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. ഈ സിനിമ ശരിക്കും ഇത്രയേ ഉള്ളൂ, ഒരു കൊമേഴ്ഷ്യൽ സക്സസ് ആണ്, അതിനപ്പുറം അതിന് ലൈഫില്ല. ഒരു കൊമേഴ്ഷ്യൽ സക്സസിൻ്റെ ഫോർമുലകളുണ്ടല്ലോ. പലപ്പോഴും നമ്മളെപ്പോഴും വിജയിക്കുന്ന സിനിമ നോക്കിയാൽ അത്യാവശ്യം ക്രിഞ്ചും ക്ലീഷകളെല്ലാം ഉള്ള സിനിമകളാണ് ഇവിടെ കൊമേഴ്ഷ്യലി സക്സസ് ആകുന്നത്. കുറച്ച് മാറ്റവും കുറച്ച് അതും ഇല്ലാതെ അത്തരം സിനിമകൾ വർക്കാവില്ല. നമ്മളെല്ലാം പുതിയതായിട്ട് പറഞ്ഞ ആൾക്കാർ എന്നൊരു തോന്നലുണ്ടാവും. ഇപ്പോൾ ഈ സിനിമയ്ക്കകത്ത് അറിയാം, ഇയാൾ നേരിടും, ഇയാൾ പോകും, ഇയാൾ പിടിക്കും, ഇയാൾ വിജയിക്കും എന്നൊക്കെ അറിയാവുന്നതാണ്. ഇനി ഞാൻ എഴുതിയ പടമായതുകൊണ്ട് മാത്രം ആരെങ്കിലും സംശയിച്ചിട്ടുണ്ടല്ലോ അവസാനം ചാക്കോച്ചൻ എന്തെങ്കിലും പറ്റുമെന്ന്. നായാട്ടിൽ അവർ ഒന്ന്
നുണ പറഞ്ഞിരുന്നെങ്കിൽ, ഒന്ന് അപ്പുറത്തെ സൈഡിലേക്ക് നിന്നിരുന്നെങ്കിൽ എല്ലാ കുറ്റവും ജോജിൻ്റെ അടുത്തിട്ടിട്ട് അവർക്ക് രക്ഷപ്പെടാമായിരുന്നു. ചിലപ്പോൾ അവരുടെ ഉള്ളിൽ കണ്ണാടി നോക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടിനപ്പുറത്തേക്ക് ഈ പ്രശ്നം നേരിടുന്നില്ലാത്ത രീതിയിൽ ഒരു കൈൻഡ് ഓഫ് ഹാപ്പി എൻഡിങ് അവിടെ പോസിബിൾ ആയിരുന്നു. വെച്ചാൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ആലോചിക്കാൻ എന്തിനെപ്പോൾ അവരതങ്ങനെ ചെയ്തതെന്ന്. അതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എഴുത്തുകാരെന്നുള്ള രീതിയിൽ ഒരു പുഷ് എടുക്കണമല്ലോ. ഇത് കൺവെൻഷൻ അല്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ തിയേറ്റർ സാധ്യത, അതിൻ്റെ വർക്കാവോ, ഇത് വിജയിക്കുമോ, ആളുകൾ ഇത് ഉൾക്കൊള്ളുമോ, ആ ചിന്തകളിലൂടെയൊക്കെ ആ ബസ്സിനകത്ത് രണ്ടുപേരെ ഇരുത്തുന്ന കൊമേഴ്ഷ്യൽ സീൻ എഴുതുമ്പോൾ ഷാഹി കബീർ കടന്നു വരുന്നു. നമുക്ക് വേണമെങ്കിൽ അത് കൊമേഴ്ഷ്യൽ ആക്കാവുന്നൊരു സിനിമയാണ്. ജോജിൻ്റെ മരണത്തിന് ശേഷം ഒരു 10 മിനിറ്റ് എക്സ്റ്റൻഡഡ് ത്രിൽ, കൊമേഴ്ഷ്യൽ ത്രിൽ, ടേൺസും ട്വിസ്റ്റും ആക്ഷനും ഒക്കെ വെച്ചിട്ട് പോകാവുന്നൊരു കഥയായിരുന്നു. പക്ഷേ ആ സിനിമ അങ്ങനെയാണ് തീർക്കേണ്ടതെന്ന് ഡയറക്ടർ കോളൂടെ നമുക്കിങ്ങനെ തീർത്താൽ മതി, നമുക്കിങ്ങനെ തീർക്കാം എന്ന് പറയാനുണ്ട്. കാരണം ഞാൻ ഈ സിനിമയിൽ എഴുതിയെങ്കിൽ, ഞാനാണ് ഡയറക്റ്റ് ചെയ്തതെങ്കിൽ എന്താണോ ചെയ്യുമെന്നൊരു ചോദ്യം വന്നു. ഞാൻ പറഞ്ഞത് അതിൻ്റെ അകത്ത് ഞാൻ ഒരിക്കലും ഇതൊരു വിജയമൊന്നും ഉണ്ടാവില്ല, ഒരിക്കലും സ്റ്റേറ്റിനെ പരാജയപ്പെടുത്താൻ പറ്റത്തില്ല പോലീസുകാരന്. സിനിമയ്ക്ക് വേണ്ടി ഇങ്ങനെ ആക്കാം. മാനേജർ പറഞ്ഞു വേണ്ട, റിയൽ പരിപാടി പിടിച്ചാൽ മതി, എന്തായാലും നമ്മൾ ഇത്രയും ഇങ്ങനെയാണ് വന്നതിന് അതിനുവേണ്ടി ഒരു മാറ്റം വേണ്ട എന്ന് മാട്ടിച്ചേട്ടനും പറഞ്ഞു. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അവർ രണ്ടുപേരെ ഇരുത്തിയത്. ഇപ്പോൾ അവർ സമ്മതിച്ചോ ഇല്ലയോ എന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല, അവർ പറയുമോ ഇല്ലയോ. കാരണം ഓരോ മനുഷ്യരാണ്. നിങ്ങൾ ചാക്കോച്ചൻ്റെ ഉള്ളിൽ കയറിയിരുന്നാൽ നിങ്ങൾ എന്തെടുക്കുമോ അത് നിങ്ങളുടെ സ്വഭാവമാണ്. ഓരോരുത്തർക്കും അങ്ങനെ ചിന്തിക്കാമല്ലോ. നിങ്ങളാണ് എന്തെടുക്കും എന്നുള്ള ചിന്തകളാണ്, അതൊരു ശരി തെറ്റുകളുടെ ചോദ്യമാണത്. നമ്മളൊരു കൺക്ലൂഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല, അവരത് ചെയ്യും, ചെയ്തിട്ട് രക്ഷപ്പെട്ടാനെ. ചിലപ്പോൾ ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പോൾ എഴുതിയിട്ടുള്ള 4 സിനിമകളുണ്ടല്ലോ, അതിനൊരു തുടർച്ച എന്നുള്ള രീതിയിൽ ഏതെങ്കിലും സിനിമയ്ക്ക് ഒരു സാധ്യതയുണ്ടോ? ആക്ച്വലി നായകന് ആഗ്രഹമുണ്ട് ആ ക്യാരക്ടേഴ്സ് ഇനിയും വേറൊരു വേൾഡിൽ ട്രാവൽ ചെയ്തെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ആഫ്റ്റർ മാത്ത് എന്തായിരിക്കും ഈ ദുരന്തങ്ങളോട് അങ്ങനെ. സർ കിരീടമുണ്ട്, ചെങ്കോലുണ്ട്, അങ്ങനത്തെ അല്ല. ഞാൻ അത് നായായിട്ടൊരു പൊളിറ്റിക്കൽ പടം തന്നെയാണല്ലോ, എഗൈൻസ്റ്റ് സ്റ്റേറ്റ് എന്നുള്ളതാണ്. സോ ഇനി അവർ ട്രയലിന് പോയാൽ എന്ത് സംഭവിക്കും എന്നുള്ള ചിന്തകളുണ്ട്. കോടതിയിൽ ചെന്നാൽ അവരെങ്ങനെ എന്താവും, കോടതിയിൽ ട്രയലുകൾ എങ്ങനെ ആയിരിക്കും എന്നൊരു കൗതുകമുണ്ട്. ഒരു കോർട്ട് റൂം ഡ്രാമയായിട്ട് വേണേൽ നായകനെ കാണാൻ അടുത്ത അങ്ങനെ ഒരു ചിന്തയുണ്ട്. അത് നല്ലൊരു സാധ്യതയാണ്. ആളുകളുടെ അടുത്തൊരു കഥ പിച്ച് ചെയ്യാൻ നേരത്തെ ഇപ്പം പല ആളുകൾക്ക് പല രീതികളുണ്ടല്ലോ. ഇപ്പം നഹാസ് ഹിദായത്ത് അദ്ദേഹം ഒരു സിനിമയ്ക്ക് മൊത്തം സ്ക്രിപ്റ്റ് ഒരു 6 വെച്ച് ഒരു സ്പീക്കർ വെച്ചിട്ട് പറഞ്ഞു കേൾപ്പിക്കുന്ന രീതിയുണ്ട്. ഇപ്പോൾ തരുൺമൂർത്തി ഒരാളുടെ ശബ്ദത്തിൽ തന്നെ റെക്കോർഡ് ചെയ്ത് കേൾപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ലോഹിദാസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു 1 ലൈനിൽ കഥ പറഞ്ഞിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ മൃഗയൊക്കെ ഒരു നാട്ടിൽ ഒരാൾ പുലിയെ പിടിക്കാൻ വരുന്നു, അയാൾ പുലിയേക്കാൾ പ്രശ്നക്കാരനാവുന്നു ആ നാട്ടുകാർക്ക്, അങ്ങനെ ഒരു 1 ലൈൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു പ്രൊഡ്യൂസറുടെ അടുത്തോ ഒരു ഡയറക്ടറുടെ അടുത്തോ ഇപ്പോൾ ഷാഹി കബീർ എങ്ങനെയാണ് ഒരു കഥ പോയി പറയുക? ഒരു 1 ലൈൻ ഉണ്ടായിരിക്കുമോ അതോ ഒരു ക്യാരക്ടറാണോ ഉണ്ടാവുക? 1 ലൈനുകളിലാണ്. 1 ലൈൻ തന്നെയാണ് നമുക്കുണ്ടായിരുന്നത്. കാരണം ഇപ്പം 3 പോലീസുകാർ വേട്ടയാടപ്പെടുന്നു, നായട്ടതാണല്ലോ. ഓക്കെ, വേട്ടക്കാർ ഇരകളാവുന്നു എന്ന് പറയുന്ന ഒരു രീതിയിൽ അതിൻ്റെ മിനിമലേ ഉള്ളൂ. ഇന്ന കണക്ക് ഒരു സാഹചര്യത്തിൽ ഇന്ന കണക്ക് 3 പോലീസുകാർ പ്രശ്നത്തിൽപ്പെടുന്നു. ഇപ്പോൾ ജോസഫിനാണെങ്കിൽ റിട്ടയർഡായ പോലീസുകാരൻ, കുറ്റാന്വേഷണമായിരുന്നു, ഭാര്യയുടെ മരണം അന്വേഷിക്കാൻ ഇറങ്ങുന്നു ആക്സിഡൻറ്റിൻ്റെ അടുത്ത്, എന്ന് വെച്ചാൽ എക്സ് വൈഫിൻ്റെ. അങ്ങനെ 1-2 1 ലൈനിലൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഈ 1 ലൈൻ കേട്ടിട്ട് ആളുകൾ ഇമ്പ്രസ്ഡ് ആവുമോ അതോ 1 ലൈനിൽ ഇനി എന്താ ചെയ്യാൻ പറ്റുക എന്ന് പറയുമ്പോൾ അതിൻ്റെ സാധ്യതകൾ പറയുമോ? അങ്ങനെയാണോ ചെയ്യാൻ? ഇല്ല, അതൊരു വിശ്വാസമുണ്ട്. ഇപ്പം ജോജുവിൻ്റെ അന്ന് ജോസഫ് പറയുമ്പോൾ വിശ്വാസമുണ്ട്, അല്ല നായാട്ട് പറയുമ്പോൾ മാർജിൻ്റെ വിശ്വാസമുണ്ട്. ഓഫീസർ ഡ്യൂട്ടി ആണെങ്കിൽ ജസ്റ്റ് ഇനിഷ്യൽ ഒരു ഐഡിയ മാത്രമേ ഉള്ളായിരുന്നു, ഇതിൻ്റെ തുടക്കം പറഞ്ഞപ്പം ഓക്കെ ആയിരുന്നു. അത് ഒരു ട്രസ്റ്റാണ്. ആ ട്രസ്റ്റ് പടം വിജയിക്കുന്നിടത്തോളം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഫുൾ സ്ക്രിപ്റ്റ് കൊണ്ടോ എന്നിട്ട് ഞാൻ പറയാമെന്ന് പറയും. ഇപ്പോൾ നമ്മുടെ ഈ എഴുത്തിലൊക്കെ മോഡേണിസം, പോസ്റ്റ് മോഡേണിസം അങ്ങനത്തെ 2 വേർതിരിവുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ മുകുന്ദൻ്റെ കഥകളിലെ ക്യാരക്ടേഴ്സ് നായകന്മാർ ചവക്ക് വലിച്ചു നടക്കുന്ന നായകന്മാരായിരിക്കും. ഇപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പിന്നീട് ഇതൊക്കെ പൊളിറ്റിക്കലി കറക്റ്റാണോ, അതായത് അമ്മയെ തള്ളാന്ന് വിളിക്കാൻ പറ്റുമോ, അങ്ങനെ വിളിക്കുന്നത് ശരിയാണോ എന്നുള്ള രീതിയിൽ കുറച്ചങ്ങോട്ട് മാറി എഴുത്തുകൾ മാറി സുഭാഷ് ചന്ദ്രൻ കാലഘട്ടത്തൊക്കെ. അപ്പോൾ അതുപോലൊരു കൈൻഡ് ഓഫ് മാറ്റം ഇപ്പോൾ പണ്ട് പോലീസുകാരനൊരിക്കലും ഒരു ഗർഭിണിയാണെന്ന് പറയുന്നൊരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ വയറ്റത്തേക്ക് ചവിട്ടുന്ന ഒരു നായകനെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് പോലീസ്. അങ്ങനെ ഒരു സീൻ അവിടെ പ്ലേസ് ചെയ്യുമ്പോൾ ഇത് ഓഡിറ്റ് ചെയ്യപ്പെടുമോ, ഇത് ശരിയാവുമോ എന്ന് വെച്ചാൽ അതിൻ്റെ സത്യാവസ്ഥ നമ്മൾ പിന്നെയാണല്ലോ മനസ്സിലാക്കുന്നത്, അവർ പറയുന്നത് ശരിയല്ല എന്ന്. അങ്ങനെ എഴുതുമ്പോൾ അത് ശരിയാവുമോ, ഇത് ഓഡിറ്റ് ചെയ്യപ്പെടുമോ, അങ്ങനത്തെ ചിന്തകളുണ്ടായിരുന്നു? അതോ അങ്ങനെ ഒരു ഷോക്ക് വാല്യൂ വേണം, അത് തന്നെയായിരുന്നു? ഒന്ന് അങ്ങനെ ഒരു സീനിൻ്റെ പ്രധാന കാരണങ്ങളൊന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ചാക്കോച്ചൻ ഭയങ്കര സോഫ്റ്റായ മനുഷ്യനാണ്, ചാക്കോച്ചൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ചാക്കോച്ചൻ അങ്ങനൊരു ഓപ്പണിങ് ചാക്കോച്ചന് കൊടുത്തില്ല, എത്ര റഫായിട്ട് അത് പെട്ടെന്ന് ഇയാൾ ഇതാണ് ഞെട്ടിക്കുക. പിന്നെ നമുക്കത് കാരണങ്ങൾ പറയുമ്പോൾ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അപ്പോൾ ചാക്കോച്ചനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ചാക്കോച്ചൻ ഇത്രയും റഫായിട്ട് അഭിനയിക്കുമായിരുന്നു, ചിലപ്പോൾ ഞാൻ ആ സീൻ ഫസ്റ്റ് ഷോ അത് എഴുതില്ലായിരുന്നു. പുള്ളി എന്നിട്ട് പെർഫോം ചെയ്തപ്പോൾ നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു അത് വേണ്ടായിരുന്നു. മീൻസ് അല്ലെങ്കിൽ ഒരു ഞെട്ടീര് വേണം നമുക്ക്, റഫാക്കാൻ വേണ്ടിയുള്ളൊരു ഞെട്ടീരായിരുന്നു അത്.